പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമാണല്ലോ ഒക്ടോബർ മാസം. ശാലോം കുടുംബം മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പുഷ്പകിരീടം നിർമ്മിക്കുകയാണ്. 1,00,000 ജപമാലയും അതിനോട് ചേർന്നുള്ള ജീവിത നിയോഗങ്ങളും ത്യാഗപ്രവൃത്തികളുമൊക്കെയായി പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മൾ അമ്മയുടെ സ്നേഹത്തണലിൽ ആയിരിക്കുകയാണ്. ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ നമുക്ക് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇപ്രകാരം വചനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മറിയം എല്ലാ കാര്യങ്ങളും അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മറിയത്തിൻ്റെ ചിന്ത മുഴുവനും യേശുവിനെക്കുറിച്ചായിരുന്നു, സ്വർഗത്തെക്കുറിച്ചായിരുന്നു, സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ചായിരുന്നു പരിശുദ്ധ അമ്മ ചിന്തിച്ചു കൊണ്ടിരുന്നത് മുഴുവനും. അവളുടെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ടാണ് അവൾ അവളുടെ ചിന്തയ്ക്ക് ആവശ്യമായ തീവ്രത നൽകിയത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. പക്ഷേ നമ്മുടെയൊക്കെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളെക്കുറിച്ചും ആകുലതകളെക്കുറിച്ചും എങ്ങനെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ ആയിരിക്കാം അധികം പേരും ചിന്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്രകാരം പങ്കുവച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് വചനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, തളർന്ന് എഴുന്നേക്കാൻ മേലാതെ കട്ടിലിൽ കിടക്കുന്ന എൻ്റെ അമ്മയെക്കുറിച്ചാണ് എൻ്റെ ഓർമ്മ മുഴുവനും. അമ്മയെക്കുറിച്ചാണ് ദേവാലയത്തിലിരിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശേഷം അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന്. ഇങ്ങനെ ഓരോ മനുഷ്യരുടെ കാര്യങ്ങളെടുത്താലും ഓരോരുത്തരും അവനവൻ്റെ ജീവിതങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികവും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ അമ്മ, രക്ഷകൻ്റെ അമ്മ, തിരുസഭയുടെ അമ്മ, എൻ്റെ അമ്മ, അവളുടെ ചിന്ത മുഴുവനും യേശുവിനെക്കുറിച്ചായിരുന്നു. മുഴുവൻ സമയവും യേശുവിനെക്കുറിച്ചായിരുന്നു അമ്മ ചിന്തിച്ചതും അമ്മ ധ്യാനിച്ചതും അമ്മ പ്രാർത്ഥിച്ചതുമൊക്കെ. ഭൗമിക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അവളുടെ ഹൃദയത്തിൻ്റെ ഉരുവിടൽ മുഴുവനും രക്ഷകനെക്കുറിച്ചായിരുന്നു. വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ സുപ്രധാനമായ പങ്കാണ് ഉള്ളത്. അവൾ രക്ഷകൻ്റെ അമ്മയായതുകൊണ്ട് അവിടുത്തെ പ്രിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന നിലയിൽ അമ്മയ്ക്ക് നമ്മളെക്കുറിച്ചും വളരെ പ്രത്യേകമായിട്ടുള്ള കരുതലും സ്നേഹവുമാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് യേശുവാകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ, നമ്മുടെ ചിന്തകളെ എത്തിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ എത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തോമാസ് ലീഗ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, യേശുവേ, വഴി ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല. ഉടനെ ഈശോ തോമസിനോട് പറയുന്ന തിരുവചന ഭാഗം നമുക്കറിയാം, ഞാനാണ് വഴിയും സത്യവും ജീവനും. യഥാർത്ഥമായ വഴിയിലേക്ക് നമ്മളെ നയിക്കാൻ ഒരാളുണ്ടെങ്കിൽ വഴിതെറ്റാതെ നമ്മൾ ആ വഴിയിലൂടെ കൃത്യമായി സുഗമമായി നമ്മുടെ യാത്രകളെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ചിന്ത മുഴുവനും ഈശോയെക്കുറിച്ചായിരുന്നെങ്കിൽ എങ്ങനെ അവിടേക്കെത്താം എന്നുള്ളതാണ് എന്നെ നോക്കുമ്പോൾ, നിങ്ങളെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിക്കുന്നതും അമ്മ പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. വഴി അറിയത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം
ഒരു മാർഗദർശി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുവാനായിട്ട് ഒരാൾ ഉണ്ടായിരിക്കണം. ഈ അടുത്ത നാളിൽ നിർമ്മല റിട്രീറ്റ് സെൻറ്റർ കൊളത്തുവയിൽ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ ജനിച്ച ആ നിമിഷം മുതൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ്. മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് ഈ മകൻ വചനകൂടാരത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെ വിഷമമാണ്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് എങ്ങോട്ടും മാറാതെ നിൽക്കുന്നത് കണ്ട് ശ്രദ്ധിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, സിസ്റ്ററെ, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. എൻ്റെ കൂട്ടത്തിൽ വന്ന ആൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് മാറിപ്പോയേക്കാണ്. അദ്ദേഹം വരുന്നതിന് വേണ്ടി ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മുറ്റത്ത് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയാണെന്ന്. നമുക്കറിയാം, കണ്ണില്ലാത്തവനെ സംബന്ധിച്ച് അപരന് അവന് കാഴ്ചയായി മാറുകയാണ്. അല്ലെങ്കിൽ വഴിയില്ലാത്തവനെ സംബന്ധിച്ച് നല്ല കൃത്യമായൊരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയാണ് യേശുവിലേക്ക് എത്താനുള്ള യഥാർത്ഥത്തിലുള്ള നല്ലൊരു വഴിയെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മ ആ ഒരു വഴി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ജപമാല മാസത്തിൽ, ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വഴി ജപമാല വഴിയാണെന്ന് തന്നെ നമുക്കറിയാം. വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധ അമ്മ ഈ ഭൂമിക്ക് നൽകപ്പെട്ട ഏറ്റവും നല്ല ശ്രേഷ്ഠവും വിശുദ്ധവുമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഗാഢമായി ചിന്തിക്കാനും സദാസമയവും ഉരുവിടാനും ഈ ജപമാല പ്രാർത്ഥന ഏറെ നമ്മളെ സഹായിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്, അതോടൊപ്പം തന്നെ സമൂഹപരമായ പ്രാർത്ഥനയാണ്, കുടുംബങ്ങളുടെ പ്രാർത്ഥനയാണ്, സഭയുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയം എത്തുന്നത്, നമ്മുടെ ചിന്തകൾ എത്തുന്നത് ദൈവത്തിങ്കിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലോർക്കാം. അതുപോലെ തന്നെ വ്യക്തിപരമായ ഈ പ്രാർത്ഥനയിലൂടെ, ഈ ഉരുവിടലിലൂടെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും ശ്രേഷ്ഠവും വിശുദ്ധവുമായ ജീവിതം നയിക്കുവാനും പരിശുദ്ധ മാതാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സർ ജെയിംസ് സിപ്സൺ, അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ സംബന്ധിക്കാനായിട്ട് വന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, സർ, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഉടനെ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ ശ്രേഷ്ഠകരമാണ്. അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് യേശുക്രിസ്തു എൻ്റെ രക്ഷകനും എൻ്റെ മാർഗദർശിയുമാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന്. ഇതൊക്കെ നമുക്ക് വലിയൊരു പ്രേരണ തരുന്ന വലിയൊരു കാര്യമാണ്. യേശുക്രിസ്തുവിനെ കണ്ടെത്തുക, യേശുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുക, യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ജെറമ്യായുടെ പ്രവചന ഗ്രന്ഥം 33-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് എന്നും എക്കാലവും സമീപസ്ഥനാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരുപാട് നിമിഷങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോടൊത്ത് ആയിരിക്കുകയും ചെയ്യുമ്പോഴും ചില നിമിഷങ്ങളിലൊക്കെ ചിന്തകൾ മാറിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ആഴങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന ചിന്ത വരാറുണ്ട്. ആ സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ നിമിഷം പരിശുദ്ധമ്മ വലിയ ശക്തിയായി മാറിയിട്ടുണ്ട്. പരിശുദ്ധമ്മ വലിയ ധൈര്യമായി മാറിയിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മളെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുതമൂറുന്ന
മാധ്യസ്ഥം നമുക്കെന്നും എപ്പോഴും തേടാനും അന്വേഷിക്കാനും ആ വഴിയെ യാത്രയാകുവാനുമൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുകയായിരുന്നു. ദേവാലയത്തിലെത്തിയ ആ നിമിഷം ഒരു ഇരിപ്പിടം കണ്ടെത്തി ഞാനും ഇരുന്നു. എൻ്റെ അടുത്ത് ഒരമ്മച്ചി, പ്രായം ചെന്ന ഒരമ്മച്ചി വന്നിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു, ഈ കിടക്കുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് സിസ്റ്ററെ. എന്നെ പരിചയമൊന്നുമില്ല, പക്ഷെ അമ്മച്ചി പറയുകയാണ്. അമ്മ പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിലും ദൈവം കൊടുത്ത മക്കളെ നല്ല രീതിയിൽ വളർത്താനും അങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചും വീടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ചും കർത്താവ് വിളിച്ച സമയത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവിടെ ഈ കിടക്കുന്നത് എന്ന് അമ്മച്ചി എന്നോട് പങ്കുവച്ചു. അതിനകത്തെ ആ ഒരു ഉൾക്കാമ്പ് പറഞ്ഞു വെച്ചത് ഇപ്രകാരമായിരുന്നു: ദൈവത്തെ ഓർത്ത് ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് ദൈവത്തിൻ്റെ വിളി വന്നപ്പോൾ ആ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവഭവനത്തിലേക്ക് എത്തപ്പെട്ട വ്യക്തിയാണ് എന്ന് അമ്മച്ചി എന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു. തിരുവചനത്തിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 26-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവെഴുത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്: അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിലൂടെ യാത്ര ചെയ്യുവാൻ, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവനെ കർത്താവ് അനുഗ്രഹിക്കും, അവനെ സമാധാനത്തിൻ്റെ തികവിൽ കാത്തു സൂക്ഷിക്കുമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ, അവിടുത്തെ ശിഷ്യരെന്ന നിലയിൽ പരിശുദ്ധമ്മ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലൂടെ നമ്മൾ ചെയ്യണം. ഒരു ഗൃഹനാഥനാണെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ, ഒരു സിസ്റ്ററോ വൈദികനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നവരോ ആരാണെങ്കിലും ശരി, അവർക്കൊരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാനുണ്ട്. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ മുഴുകിയിരിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ യേശുവിനോട് കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വിലയുള്ളവരായിത്തീരും. അതിലുമുപരിയായി നമ്മുടെ പ്രവൃത്തികൾക്ക് കൂടുതൽ കൃപയുണ്ട് എന്ന് മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ കണ്ടെത്തുന്നതായി നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവ് അവിടുത്തെ കൂടാരം നമ്മുടെ ഇടയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മുൻപിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ബഥാനിയായിലെ കുടുംബത്തെ നമുക്കറിയാം. ലാസറിൻ്റെയും മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബം. അവിടെ മർത്തായും മറിയവും 2 സഹോദരിമാർ. ഈശോയെ ഏറെ സ്നേഹിച്ചിരുന്നവരാണ് ആ കുടുംബം. അവർ 3 പേരും. എന്നാൽ ഈശോ ആ കുടുംബത്തിലേക്ക് ചെല്ലുന്ന ആ നിമിഷത്തിലും അല്ലാത്ത വേളകളിലും അവർ യേശുവിനെ കുറിച്ച് ചിന്തിക്കുകയും അവൻ്റെ സാന്നിധ്യം കാത്തിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് യേശു സാന്നിധ്യത്തിൻ്റെ മുൻപിലായിരിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ കേട്ട് അവനെക്കുറിച്ച് ചിന്തിച്ച് അവനിൽ ജീവിതം സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു മറിയത്തെ. വാസ്തവത്തിൽ ഈ ഒരു വളർച്ചയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തപ്പെടേണ്ടത്. ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്. ഈ ഒരു അനുഭവത്തിൽ നമ്മൾ വളരുമ്പോൾ ലോകം നമുക്ക് വച്ചു നീട്ടുന്ന അസ്വസ്ഥതകളിലേക്ക് അല്ലെങ്കിൽ സുഖഭോഗങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറിയത്തിൽ നിന്ന് മർത്തായിലേക്കും മർത്തായിൽ നിന്ന് മറിയത്തിലേക്കും നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം.
നമ്മളുടെ പ്രാർത്ഥനകളിലും നമ്മളുടെ ചിന്തകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. മർത്തായാണെങ്കിൽ മർത്ത ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതും അവൾക്കിഷ്ടപ്പെട്ടതുമായ ഏറെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഓടി നടപ്പിൽ ഈശോ മർത്തായോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും വ്യഗ്രചിത്തിയാ. എനിക്കെന്നാ തരേണ്ടത്, എനിക്കെന്താണ് ഇഷ്ടമുള്ളത്, എന്താണ് ഉണ്ടാക്കി വെക്കേണ്ടത്. നീ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ ഇഷ്ടം നീ ഒന്ന് അന്വേഷിക്കുക. എൻ്റെ ഇഷ്ടമൊന്ന് അന്വേഷിക്ക്, അതൊന്ന് അനുവർത്തിക്ക്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കൊരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഉള്ളവരാണ് ഈ ഭൂമിയിൽ. എന്നാൽ ദൈവത്തിന് എന്നോടുള്ള ഇഷ്ടം എന്താണ്, എന്നെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? ഒരുപക്ഷേ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിക്കുന്ന ഒരു മകനോ മകളോ ആയിരിക്കാം, അതല്ലെങ്കിൽ സ്വന്തമായി കിടക്കാൻ ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളായിരിക്കാം. ആ നിമിഷങ്ങളിലും എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി? തിരുവചനത്തിൽ നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ട് ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടി അവൾ ഗാഢമായി ചിന്തയിലും ഗാഢമായ ധ്യാനത്തിലും ഗാഢമായ പ്രാർത്ഥനയിലുമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾക്ക് നിറം കൊടുക്കാനായിട്ട്, ചിറവ് കൊടുക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. വിശുദ്ധ ബെർണാഡ് പുണ്യാളൻ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. ഒരു കുറവും സംഭവിക്കുന്നില്ല. സ്വർഗത്തിലേക്കുള്ള നമ്മളുടെ ഒരു കോവണിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ ഒക്ടോബർ മാസത്തിൽ എത്രയോ പേര് ഈ കോവണികളിൽ കൂടെ കയറി 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 സ്വർഗത്തിലേക്ക് എത്താനുള്ള വലിയൊരു പരിശ്രമം നടത്തുന്നു. അങ്ങനെയാണല്ലോ ശാലോം കുടുംബം മുഴുവനും ഒരുമിച്ച് ചേർന്ന് ഈ മാസം ഈ വലിയൊരു പ്രാർത്ഥനയുടെ യജ്ഞമായി മാറ്റിക്കൊണ്ട് തിരുസഭയോട് ചേർന്ന് കൃപയിലും നിറവിലും വളരാനായിട്ടുള്ള പരിശ്രമങ്ങൾ കാഴ്ചവെക്കുക. നമുക്കും ഈ വഴിയെ യാത്രയാകാം. ഈ വഴിയെ നമ്മളും യാത്രയാകുമ്പോൾ ഈ വഴി ചെന്ന് നിൽക്കുന്നത് സ്വർഗത്തിലേക്കാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ ആ സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ 3 മക്കൾക്കും പഠനം കഴിഞ്ഞിട്ടും ജോലിയായിട്ടില്ല. താൽക്കാലികമായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയാണ്. അവരുടെ പഠനത്തിനനുസരിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ സഹോദരി വീണ്ടും ഇപ്രകാരം പറഞ്ഞു, സിസ്റ്ററെ, ദൈവം ആഗ്രഹിക്കുന്ന ജോലി അവർക്ക് കിട്ടാനും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എൻ്റെ മക്കൾ എത്തിച്ചേരാനും കൂടെ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കണേ എന്ന്. ഇത് ഒരു സഹോദരിയുടെ പ്രാർത്ഥനയല്ല, ഇത് അധികം മക്കളുടെയും പ്രാർത്ഥനയാണ്. നമ്മൾ തിന്മ ചെയ്യുമ്പോഴും പാപം ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മുടെ ആത്മാവിൽ ഒരാഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരാഗ്രഹം ജനിപ്പിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റാരോ ഉണ്ട്. ആ പ്രാർത്ഥനകളുടെ ഫലമായി ആ നല്ല ചിന്തയിലേക്ക് കടന്നു വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു യുവ സഹോദരൻ പങ്കുവച്ചു, സിസ്റ്ററെ, ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്,
വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാണ്? ഉടനെ പറയാണ്, എനിക്കൊരു ആത്മീയമായ വളർച്ചയാണ് ആവശ്യമായിരിക്കുന്നത്. ഒരാത്മീയമായ വളർച്ചയാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ആ യുവ സഹോദരൻ പങ്കുവച്ചു, എൻ്റെ ആലോചനകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ മനസ്സിലൂടെ പോകുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ എനിക്ക് അല്പം കൂടെ ആത്മീയ മനുഷ്യനായി ജീവിക്കാം എന്നതിനെക്കുറിച്ചാണെന്ന്. എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി ആ സഹോദരൻ്റെ ആ സംസാരം. എങ്ങനെ അല്പം കൂടെ ആത്മീയനായി ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചനകൾ മുഴുവനും. നമ്മളുടെയൊക്കെ പ്രവൃത്തികൾക്ക് ആക്കം കൂട്ടുന്നത് നമ്മളുടെ ചിന്തകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണല്ലോ നമ്മൾ ആയിത്തീരുന്നത്. പരിശുദ്ധ അമ്മയുടെ ചിന്ത യേശുവിനെ കുറിച്ചായിരുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മ യേശുവിനെ വളർത്തി. എങ്ങനെ വളർത്തി? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ തക്കതുപോലെ അമ്മ തൻ്റെ മകനെ വളർത്തി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്ന നമ്മളെ ഓരോരുത്തരെയും അമ്മ വളർത്തും. സത്യത്തിൻ്റെ വഴിയിലൂടെ അമ്മ വളർത്തിയെടുക്കും നമ്മളെ. ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെ വളർത്തിയെടുക്കും. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ ദൈവിക ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ അമ്മ നമ്മളെ വളർത്തും. അങ്ങനെ വളർത്തിയത് കൊണ്ടാണല്ലോ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. ഇപ്രകാരം ഒരു സ്വരം ഉണ്ടായി. എന്താണ് ആ സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പരിശുദ്ധ അമ്മയായിരുന്നു ആ ഒരു ദൈവിക സ്വരത്തിലേക്ക് തൻ്റെ മകനെ വളർത്തിയെടുത്തത്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മളെ വളർത്തിയെടുക്കുന്നതും നമ്മുടെ അമ്മയാണ്. അതുകൊണ്ട് നമ്മളുടെ ചിന്തകളെ നമുക്കൊന്ന് പരിശുദ്ധമാക്കാം. പരിശുദ്ധമായ ചിന്തയുള്ളവർക്ക് പരിശുദ്ധമായ പ്രവൃത്തികൾ ഉണ്ടായിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റുവട്ടമൊക്കെ ഈച്ചകളെ നമ്മൾ കാണാറുണ്ട്. ഈച്ച അധികവും പോയിരിക്കുന്നത് ചീഞ്ഞ സാധനത്തിൻ്റെ മേലാണ്. വൃത്തിയും വെടുപ്പും ഉള്ളിടത്ത് അങ്ങനെ ഈച്ച വന്നിരിക്കില്ല. സഹോദരങ്ങളെ, വൃത്തിയും വെടുപ്പുമുള്ള ചിന്തകൾ നമുക്കുണ്ടാകട്ടെ. അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം, യേശുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ എന്നെയും ഞങ്ങളെയും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും ലോകം മുഴുവനും ഐശ്വര്യവും വളർച്ചയും നൽകും ഈ വലിയൊരു ചിന്ത, ഈ വലിയൊരു ധ്യാനം, ഈ വലിയൊരു പ്രാർത്ഥനകൾ. അങ്ങനെ നമ്മുടെ കൂടെ കൂടാരമടിച്ചിരിക്കുന്ന യേശു സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അമ്മ നമുക്ക് തന്ന ഈ ജപമാലയാകുന്ന വഴികളിലൂടെ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പടവുകളിലേക്ക് നമുക്ക് ചവിട്ടിക്കയറാം. അതിന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അമ്മയായ, എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട്, ദിവ്യകാരുണ്യ സന്നിധിയിൽ കൃപാവരങ്ങൾ തേടിക്കൊണ്ട് പരിശുദ്ധ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
നടുവിൽ ശോഭ പൂർണ്ണനാ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. മലഹമാരോടും സ്വർഗീയഗണങ്ങളോടും ചേർന്ന് ഹല്ലേലൂയ. അവിടുത്തെ രൂപവും ഭാവവും നമുക്കായി തന്ന് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നമുക്കായി തന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന സ്വർഗത്തിൻ്റെ രാജാതിരാജനായ ഈശോ ഇതയാൾ താരയിൽ ഒത്തിരി സ്നേഹത്തോടെ നമുക്കവിടുത്തെ ആരാധിക്കാം. വിശ്വാസത്തോടെ നമുക്കവിടുത്തെ സമീപിക്കാം. പ്രത്യാശയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്കടുത്ത് വരാം. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. അവിടുത്തെ രൂപവും ഭാവവും ശക്തിയും അഭിഷേകവും നമ്മൾ നിറയുന്നതിന് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അതെ, ആദിനും അന്ത്യനുമായവനെ നീ പരിശുദ്ധനാണ്. നിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്ന ഈശോയെ, മലഹമാരോട് ചേർന്ന് സ്വർഗീയ ഗണങ്ങൾ മുഴുവനോട് ചേർന്ന് ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ.
സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും അടക്കപ്പെടുന്ന സർവശക്തിൻ്റെ മുൻപിലായിരിക്കുന്ന നിമിഷം എല്ലാം അവിടുത്തെ ഭരണത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും യേശു ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കുന്ന സാന്നിധ്യത്തെ ആരാധിക്കുന്ന കോടാനുകോടി മാലാഖമാരോടും സ്വർഗീയ ഗണങ്ങൾ മുഴുവനോടും ചേർന്ന് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായവൻ പരിശുദ്ധനാണ് പരിശുദ്ധനാണെന്ന് പാടി സ്തുതിക്കുന്ന സ്വർഗീയ ഗണങ്ങൾ മുഴുവനോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി നമ്മൾ എവിടെയായിരിക്കുന്നോ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ ഈശോയെ നന്ദി, എൻ്റെ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ പാടി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്വർഗീയ ഗണങ്ങൾ മുഴുവനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, എൻ്റെ ഈശോയെ നന്ദി, എൻ്റെ കർത്താവേ സ്തുതി. ദിവ്യകാരുണ്യനാഥൻ്റെ അനന്തമായ സ്നേഹത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള അവിടുത്തെ പരിപാലനയുടെ സമയമാണിത്. ഈ സമയത്ത് കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാലന. ഓ എൻ്റെ ഈശോയെ, സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കുന്ന നിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് മുൻപിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലനയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അനുസ്യൂതമായ വഴിനടത്തലും മക്കളായ ഞങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവിക്കുന്ന അനുഭവം നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്വന്തമാക്കാം. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കുന്ന മാലാഖമാരോട് മുഴുവനും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ മധ്യേ സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ മഹത്വത്തിൻ്റെ കൂടാരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പർശനവും സ്പന്ദനവും ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഹൃദയപൂർവ്വം പാടി ആരാധിക്കാം. ത്രിത്വൈക ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. എനിക്ക് രൂപഭാവങ്ങൾ തന്ന ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ ജീവൻ്റെ ജീവനായ കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എന്നെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് ചേർന്ന് പാടാം. ത്രിത്വൈക ദൈവമേ, അങ്ങൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ, ആരാധിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് സ്നേഹത്തോടെ അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവിടുന്ന് അരുളി ചെയ്തു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈശോയുടെ കൂടെ ആയിരുന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്നേഹിക്കാം. അങ്ങയെ കൂടാതെ
ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ, അങ്ങന്റെ ഹൃദയത്തിലുള്ള സാന്നിധ്യം അനുസ്മരിച്ച് ആരാധിക്കുന്ന ഈശോയെ എന്നു ഞാൻ അറിയുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാൻ അറിയുന്നു. തോമസ് ഈശോയോട് ചോദിച്ചു, ഏതാണ് വഴി, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? യേശു അവനോട് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. പിതാവെങ്കിലേക്കുള്ള വഴിയായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യവും ജീവനുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. അങ്ങയിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്ന പരിശുദ്ധ മാതാവിൻ്റെ ദിവ്യസ്നേഹത്തോടു കൂടെ ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്. വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാർഗനിർദ്ദേശം തന്നുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന വലിയ കാരുണ്യത്തെ അനുസ്മരിച്ച് ഞങ്ങൾ ആരാധിക്കുകയാണ്. അങ്ങേ ഈ സമയം ആരാധിക്കുന്ന അങ്ങയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയഭാവങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയോട് ചേർന്ന് ശക്തനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഏതാനും സമയം നമ്മളെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി മുഴുവൻ പ്രത്യാശയുമായ യേശുവിലേക്ക് ജീവിതം മുഴുവനും ചേർത്ത് അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. യഥാർത്ഥ വഴിയിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് ഹൃദയത്തിൽ ആത്മാവിൽ നിറഞ്ഞു പാടാം. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് ആരാധിക്കാം. മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം അമ്മയോട് ചേർന്ന് ആരാധിക്കട്ടെ. ഞങ്ങൾ മനസ്സിൻ്റെ മുഴുവനും ആഗ്രഹങ്ങളും ദിവ്യകാരുണ്യനാഥനെ നമുക്കറിയിക്കാം. ഒത്തിരി സ്നേഹത്തോടെ അവിടുത്തെ കണ്ട് ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഈശോയോടൊപ്പം മറിയത്തോടൊപ്പം നമുക്ക് ഈ വലിയ സാന്നിധ്യത്തെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും യേശുവിൻ്റെ രക്ഷ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടും നമുക്ക് ആരാധിക്കാം. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ സഹനങ്ങളും ദുഃഖങ്ങളും എല്ലാ ഭാരങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഈശോയെ, ഹല്ലേലൂയ ഈശോയെ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഈശോയേ, ഹല്ലേലൂയ. ഹല്ലേലൂയ ഈശോയേ. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ഹൃദയങ്ങൾ നന്മ നിറഞ്ഞതാക്കുവാൻ നന്മ നിറഞ്ഞ മാതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈശോയാകുന്ന ഈ വഴിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്ന പാപങ്ങളും പാപം തരുന്ന സുഖങ്ങളും നമുക്ക് ധൈര്യമായി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്നുകൊണ്ട് ഈശോയാകുന്ന ഈ വലിയ നിധി ആത്മാവിൽ ആസ്വദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ അമ്മയോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് പാടാം. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഈ സമയം അങ്ങയെ ആരാധിക്കുന്ന അനേകരോട് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അവിടുന്ന് നമ്മളോട് പറഞ്ഞു, ചോദിപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്നവനാണ് ലഭിക്കുന്നത്, അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നത്, മുട്ടുന്നവൻ്റെ മുൻപിലാണ് അവിടുന്ന് തുറന്നു കൊടുക്കുന്നത്. നമുക്ക് അന്വേഷിക്കാം, ഈശോയെ മാത്രം നമുക്ക് തേടാം. ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പത്തും ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവിടുത്തെ തിരുഹൃദയ കവാടത്തിൽ മുട്ടുന്ന നമ്മളെ അവിടുത്തെ സ്നേഹഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് നമുക്ക് അനുഭവിക്കാം. നിരാശരാകാതെ തികഞ്ഞ വിശ്വാസത്തോടുകൂടെ ഈ കൊച്ചപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് എൻ്റെ കർത്താവാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പത്രോസ്ലീഹ പറഞ്ഞില്ലേ, അത് കർത്താവാണ്, അത് കർത്താവാണ്. അവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്കും ആരാധിക്കാം. ഈശോയുടെ വലിയ സ്നേഹത്തെ നമ്മുടെ ആത്മാവിൽ നമുക്ക് ഉൾക്കൊള്ളാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളും തരപ്പെടുകയാണ്. അമ്മയും മകനും അത്ര വലിയ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദിവ്യകാരുണ്യനാഥനോട് നമ്മൾ ചോദിക്കുന്ന എല്ലാ ആത്മീയ കൃപകളും നമ്മളിലേക്ക് വർഷിക്കുകയാണ്. രണ്ട് കരങ്ങളും ഏറ്റ സ്നേഹത്തോടെ അവിടുത്തെ പക്കലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും എളിമയുള്ള മനോഭാവത്തിൽ പ്രാർത്ഥനകൾ നിറഞ്ഞ ഹൃദയത്തിൽ ഈശോ നമുക്ക് തരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരിക്കൽ കൂടെ സ്വർഗവാസികളോട് ചേർന്ന് നമുക്ക് ഈശോയെന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ആരാധന യേശുനാഥ, ആരാധന, ആരാധന, ഈശോയെ, ഈശോയെ, ആരാധന, ഈശോയെ, യേശുനാഥ, ഈശോയെ ആരാധന, ആരാധന.
ആരാധന. ഹല്ലേലൂയ, ആരാധന ഈശോയെ. ഹല്ലേലൂയ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുനാഥ. സ്വർഗത്തിൽ നിന്നും നീട്ടപ്പെട്ട ഈ അഭിഷേകം ഇതാ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളിലേക്കും നമ്മുടെ യാചനകളിലേക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കരകവിഞ്ഞ് ഒഴുകുകയാണ്. അവിടുന്ന് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ, നീ നിലവിളിച്ചു തീരുന്നതിന് മുൻപേ നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നു. നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ആവശ്യമായിരിക്കുന്നത് എന്ന് മറ്റുള്ളവരെക്കാൾ ഉപരിയായി മനസ്സിലാക്കുന്നത്, നമുക്കായി ആ നന്മകൾ തരുന്നത് നമ്മുടെ ദൈവമാണ്. ആ സ്നേഹത്തിന് മുൻപിലാണ് നമ്മുടെ അപേക്ഷകളുമായി നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. ഓ ദിവ്യീശോയെ, ഓ ദിവ്യീശോയെ, അങ്ങന്ന് ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകളും അനുഗ്രഹത്തിൻ്റെ എല്ലാ നിക്ഷേപങ്ങളും സ്വീകരിക്കുവാനായി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. ഒരുപാട് കാരുണ്യം നമ്മളോട് കാട്ടിയ വലിയ സ്നേഹം, ഒരുപാട് ത്യാഗ നിമിഷങ്ങളിൽ, വഴിതെറ്റിപ്പോകാമായിരുന്ന നിമിഷങ്ങളിൽ ചേർത്ത് പിടിച്ച് വീണ്ടും ജീവിക്കുവാൻ നമ്മളെ അനുവദിച്ച യേശുവിൻ്റെ വലിയ സ്നേഹം, ഒരിക്കൽ കൂടെ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് നിന്റെ ചങ്കോട് ചേർക്കണമേ, നിന്റെ ഹൃദയത്തോട് ഒരിക്കൽ കൂടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാലോം കുടുംബം മുഴുവനും, ഈ ലോകം മുഴുവനും നിന്റെ ദിവ്യമായ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ പരിശുദ്ധ നിമിഷം അന്തയാചകനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ദാവീദിന്റെ പുത്ര, പാപിയായി എന്നിൽ കനിയണമേ, പാപികളായി ഞങ്ങളിൽ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ കരുണ കിട്ടേണ്ട ഒരുപാട് വ്യക്തികളുണ്ട്. ഈശോയെ, അവരെല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. തെറ്റായ വഴികളിലൂടെയും മാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നവരെ നിന്റെ പാതയിലൂടെ നയിക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ഈശോയെ ഇപ്പോൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്താത്മാക്കളോടും ചേർന്ന് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, കർത്താവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയേണമേ, സ്നേഹമാ ശക്തിയായി ഞങ്ങളിൽ വന്നു നിറയേണമേ, സ്നേഹമാ ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയേണമേ, സ്നേഹമാ ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയേണമേ. ജീവനായി മാർഗമായി ഞങ്ങളിൽ നിറയണമേ, ജീവനായി മാർഗമായി ഞങ്ങളിൽ നിറയണമേ. നമുക്ക് ആവർത്തിച്ച് പാടാം. ജീവനാ മാർഗമാ ഞങ്ങളിൽ വന്നു നിറയേണമേ, ജീവനായി മാർഗമായി ഞങ്ങളിൽ വന്നു നിറയേണമേ, ശാന്തിയായി കൃപയായി ഞങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശാന്തി
കൃപയാ ഞങ്ങളിൽ വന്നു നിറയണമേ. എല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. ശാന്തിയായി കൃപയായി ഞങ്ങളിൽ വന്നു നിറയണമേ. ശൂന്യമായ നമ്മുടെ ഹൃദയത്തിൽ ഈശോ നിറയുമ്പോൾ എല്ലാ രീതിയിലും വലിയ അഭിഷേകം നമുക്ക് ലഭിക്കും. സ്വസ്ഥതയില്ലാത്ത ഈ ജീവിതത്തിൽ ശാന്തതയുടെ അഭിഷേകം ലഭിക്കുവാൻ അവിടുത്തെ വലിയ സ്നേഹം നമ്മളിൽ വന്നു നിറയും. ഈശോയെ, നിന്റെ സ്നേഹവും ഈശോയെ നിന്റെ ശാന്തിയും കൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഹൃദയം തുറന്ന് അധരമുയർത്തി തികഞ്ഞ പ്രത്യാശയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹമാ ശക്തിയാ ഞങ്ങളിൽ വന്നു നിറയണമേ. സ്നേഹമായി ശക്തിയായി ഞങ്ങളിൽ വന്നു നിറയണമേ. എല്ലാ ആത്മീയ കൃപകളാലും നന്മകളാലും ഈ സമയം സ്വർഗത്തിൻ്റെ നാഥൻ നമ്മളെ അനുഗ്രഹിക്കുകയായിരുന്നു. അനുഗ്രഹം സ്വന്തമാക്കുവാൻ വിളിക്കപ്പെട്ട നമുക്ക് കൃപയുടെ ഓരോ മിനിറ്റുകളിലൂടെയും നമ്മൾ യേശുവിനോടൊപ്പം അനുഗ്രഹീതരാവുകയായിരുന്നു. നമ്മുടെ അമ്മയുടെ പ്രാർത്ഥനയും മാധ്യസ്ഥവും നമ്മളെ ബലപ്പെടുത്തുകയായിരുന്നു. തകർന്നിരുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയും നിറവും അവിടുന്ന് തരികയായിരുന്നു. കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ അവിടുന്ന് ബലപ്പെടുത്തുകയായിരുന്നു. ഒരിക്കൽ കൂടെ നാഥൻ്റെ ദിവ്യമായ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഭാവി സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇനിയും അവിടുത്തെ കരങ്ങളിൽ നിന്ന് കിട്ടേണ്ട കൃപകളെയും ആത്മീയ ദാനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ മാലാഹമാരോട് ചേർന്ന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ ഈശോയെ ആരാധിക്കുന്ന സകല മനുഷ്യരോടും ചേർന്ന് എല്ലാ രോഗികളോടും ചേർന്ന് പ്രത്യാശയില്ലാതെ കഴിയുന്ന മുഴുവൻ മക്കളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ആശീർവദിക്കുകയാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മാത്രമല്ല അവിടുന്ന് അനുഗ്രഹിക്കുന്നത്, ഈ ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നമ്മുടെ മുഴുവൻ പ്രാർത്ഥനകളും അനുഗ്രഹദാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ആശീർവാദത്തിനും അനുഗ്രഹത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ ജീവനാണ്, ജീവനാണ്, ജീവനാണ് യേശു. എൻ ജീവനാണ്, ജീവനാണ്, ജീവനാണ് യേശു. എൻ ജീവനാണ് യേശു, എൻ ജീവനാണ് യേശു. എൻ ജീവനെ ഞാൻ ആരാധിക്കുന്നു. എൻ ജീവനാണ്, സ്തുതി ഈശോയെ ആരാധന, ദിവ്യകാരുണ്യീശോയെ ആരാധന സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു.